ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 19 സീറ്റ് നേടാനാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണെന്ന് മുന്നണിക്കും അറിയാം. അതുകൊണ്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. 25-ാം തീയതി മുതൽ 25, 29, 30, 31 ഫെബ്രുവരി 1 തീയതികളിലായാണ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. നമുക്കറിയാം ലീഗ് UDF-ലെ ഏറ്റവും വലിയ ഘടകകക്ഷികളിലൊന്നാണ്. സ്വാഭാവികമായും സീറ്റ് കൂടുതലൊക്കെ ചോദിക്കും. മുൻപും അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയും അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യം പരിഗണിക്കാനാകാത്ത സ്ഥിതിയാണ് എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ബൂത്ത് തലം മുതൽ സജ്ജമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 25, 29, 30, 31 ഫെബ്രുവരി 1 തീയതികളിലായാണ് ഉഭയകക്ഷി ചർച്ച. കോട്ടയം ഇത്തവണ PJ ജോസഫ് വിഭാഗത്തിനായിരിക്കും. പക്ഷേ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ കോൺഗ്രസിന് നിർദ്ദേശങ്ങളുണ്ടാകും. എല്ലാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും വീഴ്ചയ്ക്ക് തയ്യാറാവില്ലല്ലോ. ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് തലം മുതൽ പാർലമെന്റ് മണ്ഡലം വരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ സജ്ജമാക്കും. മാർച്ച് 31-നകം കമ്മിറ്റി രൂപീകരണം പൂർത്തിയാകും. അതേസമയം സർക്കാരിന്റെ അഴിമതികളെ പുറത്തു കൊണ്ടുവരാൻ നടത്തിയ കുറ്റവിചാരണ സദസ്സ് പലയിടത്തും സംഘാടനം കൊണ്ട് പാളിയെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. KPCC-യുടെ സമരാഗ്നി ജാഥയിൽ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രതികാരം തീർക്കാനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയൂ എന്നും UDF യോഗം വിലയിരുത്തി. ഇതുൾപ്പെടെ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരാൻ സംയുക്ത പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനമായി.